ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല FIUGP അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീടുള്ള നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സിലെ മെയിൻ പാർട്ടാണ് അലോട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, അതായത് നിങ്ങൾ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുകൾ നടക്കും. അതായത് പലതരത്തിലുള്ള അലോട്ട്മെൻറ്റുകളുണ്ട്. ആ അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് കോഴ്സിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള 20 ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ കോളേജും കോഴ്സും അവൈലബിൾ ആയി കിട്ടുക. അപ്പോൾ എത്ര തരം അലോട്ട്മെൻറ്റുകളുണ്ട്, ആ ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ആ ഓരോ അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്, ആൻഡ് ഫീസ് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓൺലൈൻ സെൻട്രൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് 3 എണ്ണമാണുള്ളത്. അതിലൊന്ന് ട്രയൽ അലോട്ട്മെൻറ്റ്, 2 ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ദെൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളൊക്കെ വേക്കൻസി അനുസരിച്ചാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടുക. സോ ഫസ്റ്റ് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ +1 അഡ്മിഷനൊക്കെ എടുത്തപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ട്രയൽ അലോട്ട്മെൻറ്റിനെ പറ്റി. ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോളേജോ ഒരു കോഴ്സോ അലോട്ടഡ് ആയി വന്നാൽ അതിനർത്ഥം ഒരിക്കലും അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ഗ്യാരണ്ടി ആണ് എന്നുള്ളതല്ല. പകരം നിങ്ങൾ നൽകിയിട്ടുള്ള അക്കാഡമിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ ഇൻഡസ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള 20 ഓപ്ഷൻസിൽ നിന്നും കൂടുതലായും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ആ ഒരു ഇൻഡസ് മാർക്ക് വെച്ച് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഓപ്ഷൻ, ആ ഒരു ഓപ്ഷനാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ കാണിക്കുക. സോ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞ് ആ ഒരു സെയിം അലോട്ട്മെൻറ്റ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സെയിം കോഴ്സ് ഓർ കോളേജ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ടഡായി കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയി കിട്ടും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് എഡിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും. ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രിഫറൻസ് വെക്കുന്ന കോളേജ്, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്ന കോളേജിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലെന്നാണെന്നുണ്ടെങ്കിൽ, കോഴ്സിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഓപ്ഷൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അപ്പം അതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ നൽകിയിട്ടുള്ള 20 ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള ഓപ്ഷൻ ഏതാണോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അതിൽ കാണിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ആൻഡ് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജും കോഴ്സും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാണിക്കാണ്ടേ ഇരിക്കുക, അതായത് അലോട്ടഡ് അല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻഡസ് മാർക്ക് വെച്ചിട്ട് കിട്ടാൻ സാധ്യതയുള്ള കോളേജ് കോഴ്സ് ഈ 20 ഓപ്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കേസ്. ആൻഡ് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആസ് യൂഷ്വൽ ട്രയൽ അലോട്ട്മെൻറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയി വരുന്ന കോളേജ് ഓർ കോഴ്സ് എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കണം. അതിനുശേഷം പറഞ്ഞ നിശ്ചിത ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ പോയി എടുക്കേണ്ടതായിട്ടുണ്ട്. അത് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള ഇതുണ്ട്. അത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ഒരു കോഴ്സ് ഓർ കോളേജാണ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ടെമ്പററി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതല്ല, നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ആൻഡ് കോഴ്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കോളേജിൽ ചെന്ന് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനും പറ്റും. സോ അവിടെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പം അതിൽ അലോട്ടഡ് ആയിട്ട് വരുന്ന കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ ഒരു അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെയാണ് അടയ്ക്കേണ്ടത്. അപ്പം അലോട്ട്മെൻറ്റിനകത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആവുന്ന സമയത്ത് തന്നെ അവിടെ കാണാൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കണം. ഇപ്പോൾ ജനറൽ കാറ്റഗറി, SC/ST കാറ്റഗറി ഇവർക്കെല്ലാം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീ സ്ട്രക്ചറാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നൽകാം. നിങ്ങൾക്ക് ഫീ സ്ട്രക്ചറും കാര്യങ്ങളും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീയുടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയിട്ടാൽ ആദ്യം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കണം. അതിനുശേഷം അതിൽ പറഞ്ഞിട്ടുള്ള നിശ്ചിത ടൈം പീരീഡിനുള്ളിൽ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റും മറ്റുള്ള സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് അത് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് നൽകാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിനകത്ത് ഡിഗ്രി FIUGP അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് കാണാം. അതിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്ത് ടെമ്പററി അഡ്മിഷനാണ്, അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ
എന്താണ് ആ ഒരു ഓപ്ഷൻസ്, നിങ്ങളുടെ പ്രൊഫൈലിലുള്ള ഓപ്ഷൻസ് നിലനിർത്തുക. എഡിറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജുകളൊക്കെ ആഡ് ചെയ്യണമെന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിലുള്ള ആ 20 ഓപ്ഷൻസ് അത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് മാറ്റണം. ഓക്കെ, ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക എന്ന് പറയും. അങ്ങനെയാണ് ടൈം യൂസ് ചെയ്യുന്നത്. ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് മാറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രൊഫൈലിൽ ഈ പറയുന്ന ഓപ്ഷൻസ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾ പരിഗണിക്കപ്പെടുകയും ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കോളേജും കോഴ്സും അലോട്ടഡ് ആയി വരികയും ചെയ്യും. ആൻഡ് ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വരുന്ന കോളേജിൽ നിങ്ങൾ നിർബന്ധമായും മറ്റേത് ക്യാൻസൽ ചെയ്തിട്ട് പോയി അഡ്മിഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്മിഷനും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് കോളേജും കോഴ്സൊക്കെ ആഡ് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനൊക്കെ സാധിക്കും. അതിനുശേഷം ഈ പറഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കണം. ഏത് കോളേജ് കോഴ്സാണ് വന്ന് അവിടെ പോയിട്ട് അഡ്മിഷൻ ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അഡ്മിഷൻ എടുക്കണം. ടെമ്പററി ആയിട്ട് എടുക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തുക. അതല്ല പെർമനൻ്റ് ആയിട്ട് എടുക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് മാറ്റുക. ദെൻ ഈ പറഞ്ഞതുപോലെ എന്താണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാകുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ടഡ് ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കണം. അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യണം. ആ പറഞ്ഞ കോളേജിൽ കൃത്യ ടൈമിൽ തന്നെ പോയി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കണം. അതിൽ മെയിനായിട്ടും ഇനിയൊരു ഡൗട്ട് വരുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയില്ല, ദെൻ പിന്നെ എന്താണ് ചെയ്യുക. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആവാത്തൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിലനിർത്തുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ പറയുന്നത് പോലെ പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്നത് അലോട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് വേക്കൻസി അനുസരിച്ചാണ്. ഓക്കെ, വേക്കൻസി അനുസരിച്ച് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകൾ വിളിക്കും. ചിലപ്പോൾ തേർഡ് അലോട്ട്മെൻ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളായിട്ടായിരിക്കും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. അതായത് റിപ്പോർട്ടിംഗ് അറ്റ് ദ കോളേജ്, അലോട്ടഡ് കാൻഡിഡേറ്റ് ഹാവ് ടു റിപ്പോർട്ട് ബിഫോർ ദ പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദ കോളേജ്, ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺഡ് അറ്റ് ഡേറ്റ് നോട്ടിഫൈ ഫോർ അഡ്മിഷൻ വിത്ത് ഡോക്യുമെൻറ്റ്സ് മെൻഷൻ ഇൻ ക്ലാസ്, ഫീ ടു ബി റെമിറ്റഡ് ഇൻ കോളേജ് ഓഫ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ തന്നെ കോളേജിൽ നിങ്ങൾ എത്തിച്ചേരണം. കൃത്യമായി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ക്ലെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും, +2 സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റ് ആൻഡ് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ആൻഡ് ഫീയും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാൻ അഡ്മിഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ടും. ദെൻ ഈ പറഞ്ഞതുപോലെ പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അതൊക്കെ തന്നെയും നിങ്ങളുടെ അഡ്മിഷൻ വേക്കൻസി അനുസരിച്ചായിരിക്കും വിളിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. 15-ാം തീയതി വരെയാണ് 2025 FIUGPയുടെ രജിസ്ട്രേഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. പിന്നീടുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സൈറ്റിൽ തന്നെ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ഇത്രയാണ് പറയാനായിട്ടുള്ളത്. അലോട്ട്മെൻറ്റുകളുടെ കേസിൽ മെയിനായിട്ടും 3 അലോട്ട്മെൻറ്റുകളാണ് യൂണിവേഴ്സിറ്റി മെയിനായിട്ടും നടത്തുക. അതൊന്ന് ട്രയൽ അലോട്ട്മെൻറ്റ്, ദെൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ വേക്കൻസിക്ക് അനുസരിച്ചായിരിക്കും തേർഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ, അതല്ലെന്നുണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുക. അപ്പം ഓരോ അലോട്ട്മെൻറ്റുകൾ വരുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് ആ ഒരു അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും. കൂടുതൽ ഒഫീഷ്യൽ ഇൻഫർമേഷൻസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.